കത്തോലിക്ക കോൺഗ്രസിന്റെ യുവത സമിതി അംഗങ്ങളായ ഷാജി കടവിൽ, ട്രഷറർ ശ്രീ സജി കടവ്, അതുപോലെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ഷാൻ തോമസ്, ശ്രീ അൽഫോൻസ് മാത്യു, ഇന്നത്തെ ടാസ്ക് ഫോഴ്സിലെ ട്രെയിനിങ് സെഷൻ കോർഡിനേറ്ററും കത്തോലിക്ക കോൺഗ്രസിന്റെ യുവത സമിതിയുമായ ശ്രീ ബിബിൻ തോമസ് എന്നിവരും ഈ വേദിയിൽ ഉപവിഷ്ടരാകുന്നതാണ്. പിതാവെത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ഇനോഗ്രൽ സെഷൻ ആരംഭിക്കാം. കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലെഗേറ്റ്, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ പിതാവ് അഭിനന്ദ സിഞ്ചനാനിൽ പിതാവ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. നമുക്ക് എണീറ്റ് നിന്ന് നല്ലൊരു കൈയടി കൊടുത്ത് പിതാവിനെ ഏറ്റവും സ്വാഗതം ചെയ്യാം. നമ്മുടെ പിതാവിന്റെ ചടുലതയാണ് പാരശുദ്ധി മൂന്നതയും പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിനെ പറ്റി ഊർജ്ജസ്വലമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിന്റെ വാക്കുകളും പിതാവിന്റെ പ്രവൃത്തികളും നമ്മൾ ഇന്നും ഒരു വലിയ പ്രചോദനമാണ്. ഒരുപക്ഷെ ഈ ടാസ്ക് ഫോഴ്സിന്റെ കാര്യം പറയുമ്പോൾ പിതാവ് നടക്കുന്ന സ്പീഡിലൊന്നും നടക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അതൊരു ഊർജ്ജസ്വലനായ ഒരു അപ്പൻ നമ്മളെ നയിക്കുമ്പോൾ നമുക്കൊരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അതേ ഊർജ്ജസ്വലതയോട് കൂടി തന്നെ പിതാവിനൊപ്പം എത്താനായിട്ട് നമുക്ക് ആദ്യം ശ്രമിക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക ഉന്നമനത്തിന് നേതൃത്വം നൽകുന്നു. ഒരു സമുദായ സംഘടന അല്ലെങ്കിൽ ഒരു സമുദായം എന്നതിനപ്പുറം സീറോ മലബാർ സഭയും ക്രൈസ്തവ സമൂഹവും പൊതുസമൂഹത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്, നൽകി വരുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്വ ബോധത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മളോട് നേതൃത്വം കൊടുക്കുന്ന ടാസ്ക് ഫോഴ്സ്. ആവശ്യഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ദൗത്യ സേനയാണ് ഇന്ന് നമ്മളിവിടെ രൂപവൽക്കരിക്കുന്നത്. ഈ ഒരു ദൗത്യസേനയുടെ ടാസ്ക് ഫോഴ്സിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥന നയിക്കുന്നു മാസ്റ്റർ ജോയൽ തോമസ് ബിബിൻ. കോർഡിനേറ്ററുമായിട്ടുള്ള ശ്രീ ബിബിൻ തോമസ്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തുമുലിൽ, കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാർമോപ്പൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പി മുഹമ്മദ് നജീബ് സാർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് അസറ്റ് അനലിസ്റ്റ് അശ്വിനി മേഡം, ഡെമോൺസ്ട്രേഷന് വേണ്ടി എടുക്കുന്ന സായി ടീം, വേദിയിലിരിക്കുന്ന സജി സാറ്, അൽഫോൻസ ടീച്ചർ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ മാഡം, ഭവന പ്രസിഡന്റുമാർ, രൂപത പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, യൂത്തിന്റെ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ യൂണിറ്റിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയിക്കുന്നത് നമ്മളോടൊപ്പമുള്ള താരങ്ങളുടെ അഭിനന്ദ മാതൃ മ്യൂസിക്കിനായി പിതാവെ നമസ്കാര ശുശ്രൂഷ
ചില കോവിഡ് ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേക സമിതികൾ നമുക്കുണ്ടായി. ബന്ധപ്പെട്ട് സമൂഹത്തോട് കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയനായ പ്രസിഡന്റ് ചാക്കോ കാളമ്പറമ്പ് സാർ, വേദിയിൽ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ ഘടകം കേന്ദ്ര കമ്മിറ്റി ഇതുപോലെ ഒരു സംരംഭം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചതിന് പ്രത്യേകമായി ചാക്കോ സാറിനും കൂടെയുള്ള വിപിൻ സാറ് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ഒരു നല്ലൊരു ധൈര്യം. നമുക്കിതിൻ്റെ പ്രസക്തിയും സാധ്യതകളും എല്ലാം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, റിസോഴ്സ് പേഴ്സൺസ് നമ്മളൊപ്പമുണ്ട്. ഇത് നല്ലൊരു തുടക്കമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം, അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നതിനും എല്ലാം അങ്ങനെ ഒരു മനസ്സ് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യം ഈ കാലഘട്ടത്തിലുണ്ട്. നമുക്ക് നമ്മുടെ രൂപതയിൽ 2019 വിലങ്ങാട് തന്നെ 10-15 പേർക്ക് വീട് നഷ്ടപ്പെട്ടു പോയിപ്പോൾ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണം മറ്റുണ്ടാക്കി അതിന് മുന്നോട്ട് പോയി. എന്നാൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വീണ്ടും അവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ പഴയ ഗ്രൂപ്പ് അവർ നിർജീവമായിരുന്നു. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് അവർ ഓടി അവിടെ വരികയും ആര് ആ പ്രദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും ആ KCBMന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് സാധിച്ചു. അതങ്ങനെ ഒരു ഗ്രൂപ്പ് അന്ന് ഇതുപോലൊരു ടാസ്ക് ഫോഴ്സ് അന്ന് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കതിന് സാധിച്ചത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ സമുദായ സംഘടന ഇത് ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ സമൂഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു പ്രേക്ഷിത ദൗത്യമായി തന്നെ നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ ഇതുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം പിതാവ് ചാക്കോ സാർ പറഞ്ഞു. ഇത്ര തുറന്നു പറയുമെന്ന് ഞാൻ ഓർത്തില്ല. എന്തോ അസൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. കളിച്ചപ്പോൾ കാല് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് അത് അപ്പോൾ അത് ശരി തന്നെയാണ്. ഇവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ട്, കുട്ടികളോട് കുറച്ച് ഓടുക, അങ്ങനെ എക്സസൈസ് ഇവിടെ ഉള്ളപ്പോൾ സാധാരണ ഇവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു, കുട്ടികൾ കളിക്കുന്നു. അതിലൊരാൾ വന്ന് ഈ ഭാഗത്ത് മുട്ട് കൂട്ടിയിടിച്ചു. കളിക്കുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്കിലും വലിയ ഗൗരവമാകാറില്ല, സൂക്ഷിച്ച കളിയാണ്. എങ്കിലും ഇത് ഒരു കുഴപ്പമില്ലായിരുന്നു. സാധാരണ പോലെ ഇവിടെ മുട്ടൊന്ന് സ്വല്പമൊന്നും മുഴച്ചു. അതിന് ചില സാധനങ്ങളൊക്കെ പുരട്ടി അങ്ങനെയൊക്കെ ഒന്ന് പോയി, കുഴപ്പമില്ല. അതിൻ്റെ പ്രോഗ്രാമിനെല്ലാം ഞാൻ പോയിരുന്ന എന്നാൽ അത് സ്വല്പം ഒരു വേദന ഉണ്ടായിരുന്നു. കോട്ടയത്ത് ഒരു പ്രോഗ്രാമിന് പോയി ഒരു 18 മണിക്കൂർ വണ്ടിയെ തന്നെ രാവിലെ 3 മണിക്ക് പോയി തിരിച്ചു വന്നു. ഇവിടെ വന്ന് ഒരു ദിവസത്തെ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു മാമോദീസ ഉണ്ടായിരുന്നു. 4 മക്കളുടെ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു മാമോദീസ, അത് കഴിഞ്ഞ ശേഷം റിട്രീറ്റ് മൺഡേ. അത് ഞാൻ എപ്പോഴേക്കും എനിക്ക് ഭയങ്കര വേദനയായി, നിൽക്കാൻ പാടാതെ ഇൻഫെക്ഷൻ ആയിരുന്നു. ചെറിയ ശ്രദ്ധകൾ വന്നതുകൊണ്ട് അതുകൊണ്ട് ഡോക്ടർ കർശനമായി പറഞ്ഞിരിക്കുകയാണ്, കാലം നേരെ വെച്ച് കുറച്ച് കാലം എത്തിയില്ലെങ്കിൽ അത് വഷളാകും. അപ്പോൾ അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് അത് കീറി ഒരു ചെറിയ സർജറി നടത്തി അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് മുഴുവൻ പ്രശ്നം ഇതാണ് സംഭവിച്ചത്. സാർ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഇനി ഇതുകൊണ്ട് സംസാരിക്കുന്നത്. കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കാണാനേ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ നെന്മേലിയിൽ ആയിരിക്കേണ്ടതാണ്. അവിടെ ഒരു KCBMന്റെ ശക്തനായ പ്രവർത്തകരുടെ വിവാഹമായിരുന്നു നെന്മേലിയിൽ. ഉച്ച കഴിഞ്ഞിട്ടും 2-3 പ്രോഗ്രാമുകളുണ്ടായി. ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണാനും അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അയക്കാൻ സാധിക്കുന്നു. എന്താണ് അഭിമാനം? കത്തോലിക്ക കോൺഗ്രസിന് ഇത്ര ശക്തരായിട്ടുള്ള പ്രവർത്തകർ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വളർച്ചയെ നമ്മുടെ രൂപതയിലെ പ്രവർത്തനം ഞാൻ കാണുകയാണ്. വളരെ സൂക്ഷിപ്പിച്ചൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശക്തമായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം കൂടി കാണുമ്പോൾ എന്തൊരു അഭിമാനവും സന്തോഷവും ദൈവത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് കടന്നു വരാൻ സന്മനസ് കാണിച്ച നിങ്ങളെല്ലാവരോടുള്ള വലിയ നന്ദി
പ്രത്യേകമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. സാറ് പറഞ്ഞു ഇതിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണെന്ന്. തീർച്ചയായിട്ടും അത് സ്വപ്ന പദ്ധതിയാണ്. അതെങ്ങനെയാണ് എനിക്ക് സ്ഥാപിക്കാൻ കഴിയുക? 1987 എൻ്റെ പൗരോഹിത്യ സ്വീകരണം. 89 എനിക്ക് ആദ്യമായിട്ട് ഒരു ഇടവക, സ്വന്തം ഇടവക കിട്ടുകയാണ്. അത് വളരെ ഇന്നും ഡ്രസ് ചെയ്യുകയില്ല. നിങ്ങൾക്ക് വളരെ ഒരു ബോട്ടുണ്ടാകുകയില്ല. അഭിഗിരി എന്ന് പറയും. ഒരു 1500-2000 അടി മലയുടെ മുകളിലാണ് ഉള്ളത്. ഇന്നും അവിടെ ബസ്സില്ല. പള്ളിയിലേക്ക് ഇന്നും നമുക്ക് വാഹന സൗകര്യം ഇല്ലാത്ത ഒരു ഇടവക. അപ്പോൾ ഒരു 35 കൊല്ലം മുമ്പ് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവിടെ എന്താണ്. അങ്ങനെ ഒരു അതായത് അങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മൾക്ക് 6 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു. അങ്ങനെ സ്ഥലത്ത് അവിടെ വികാരിയായിരിക്കുമ്പോൾ ഞാൻ വിലങ്ങാട് നിന്ന് ഒരാളെ, ഒരു കരാട്ടെ മാസ്റ്റർ കൊണ്ടുവന്ന് ഒരു 50, 60, 70 ആളുകൾ അവിടെ സംഘടിപ്പിച്ചു. അതിൽ അവിടെ കുറിച്ചിലാണ് കൂടുതലുള്ളത്. കുറിച്ചിയിൽ നിന്നുള്ള യുവാക്കൾ ആളുകളെ സംഘടിപ്പിച്ച് ഒരു കരാട്ടെ പരിശീലനം കൊടുത്തു. ലക്ഷ്യമില്ലായിരുന്നു ഒരു ദുരന്ത നിവാരണ, ഒരു ടീമിനെ ഡിസിപ്ലിൻഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയെ ഏത് ഡിസാസ്റ്ററും എന്തുണ്ടായാലും ഒരുക്കി നിർത്തുക. അതായത് കരാട്ടെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയാണ്. അത് ആക്രമിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും എവിടെയും ഇറങ്ങി പോകുന്നതിനുമായിട്ട്. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരാളെ വിലങ്ങാട് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ചെലവുള്ളതാണ്. എങ്കിൽ പോലും അവിടെ അങ്ങനെ ചെയ്യാൻ എൻ്റെ മനസ്സാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത് ശക്തമാകുമ്പോൾ അത് എത്രയോ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദുരന്തങ്ങൾ നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. പല രീതിയിലുള്ളത് നമുക്ക് പ്രധാനമായിട്ട് ഉരുൾപൊട്ടൽ ഉടൻ തന്നെ അവിടെ ശക്തരുമായിട്ട് ഇടപെടാൻ കഴിയും. അവരെല്ലാം ഒരു പാനിക്കാവും. ഇങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാനിക്കിലേക്ക് എത്തും ആളുകൾ, നിസ്സഹായരാണ്. പക്ഷേ ഇതിന് പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വഴി യാത്ര ചെയ്യുമ്പോൾ ടയറൊക്കെ പൊട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അത് മാറ്റുന്നതിനുള്ള പരിശീലനം നമുക്കില്ല. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ വന്നിട്ട് പരിചയമുള്ളവര് എത്ര പെട്ടെന്നാണ് അത് മാറ്റി അത് നമുക്ക് തരുന്നത്. ഒരു അപകടം ഉണ്ടാകും, കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അതൊരു പരിചയമുള്ളവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരോഗ്യയിലേക്ക് ആംബുലൻസ് വിളിക്കുന്നു, പോലീസിനെ അറിയിക്കുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. വളരെ പെട്ടെന്ന് അവർക്ക് അതിലേക്ക് ഇടപെടാൻ കഴിയുന്നു. അങ്ങനെ അപകടം ഉണ്ടായാൽ ഞാനാണെങ്കിൽ അവിടെ നോക്കി നിൽക്കുകയുള്ളൂ. എനിക്കതിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നോക്കി ഞാൻ നിൽക്കും. ആരെങ്കിലൊക്കെ ഓടി വന്ന് ചെയ്യും. പക്ഷെ ആ ചെയ്യുന്നതിൽ ഒരാൾ ഞാനായാലും എനിക്കതിന് പരിശീലനം ലഭിച്ചാൽ എത്ര നല്ലതാണ്. അങ്ങനെ നമുക്ക് ഈ പരിശീലനം സഹായിക്കും. നമ്മുടെ ഈ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോൾ മൃഗങ്ങളാണ് നമ്മുടെ പ്രദേശത്തേക്ക് ആന, കടുവ, മറ്റു കാര്യങ്ങൾ നമുക്ക് നല്ലൊരു പരിശീലനം അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ ഫോഴ്സിന് അവിടെ ചെല്ലണം. കാരണം അവിടെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അതിനൊരു പരിശീലനം ഈ ടീമിന് നമ്മൾ സ്വന്തമാക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ടീമുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊരു പരിശീലനം നമുക്കുണ്ടെങ്കിൽ ടീം അവിടെ ചെല്ലുന്നു, അവിടെ ഇടപെടുന്നു, അവരോട് അതിന് സാധ്യതകൾ പരിശോധിക്കുന്നു. അവർക്കൊരു സഹായമായി നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഈ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ വിവിധ അവസരങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി ഈ നല്ലൊരു ഫോഴ്സായിട്ട് ഇതിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് ശക്തിയോടുകൂടി അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ടാസ്ക് ഫോഴ്സ് ഇവിടെ നമ്മൾ രൂപീകരിച്ചു. ഒരു ദുരന്തം ഉണ്ടാകാതെ എന്തെങ്കിലും ചെയ്യും നമുക്ക് ദുരന്തം ഉണ്ടാക്കി സഹായിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദുരന്തത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ ആ യൂത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിർജീവമാകാൻ. അങ്ങനെ നിർജീവമാകാതിരിക്കണമെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവും, ഓരോ ഇടവകയിലും ഓരോ പ്രദേശത്തുമൊക്കെ. അതിനുള്ള പ്രോഗ്രാമുകൾ നമുക്കൊരു പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് പരിശീലനം ഒരുമിച്ച് വരണം. അങ്ങനെ അത് നമുക്ക് ഈ ടീമിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ഇടവകളിലും ആഴ്ച ചന്തകൾ, ഞായറാഴ്ച, ശനിയാഴ്ച, ആഴ്ച ചന്തകളൊക്കെ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമുക്ക് തുടങ്ങിയാൽ നമുക്കൊരു ടാസ്ക് ഫോഴ്സിന്റെ ഒരു ജോലിയായിട്ട് നമുക്കിരിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ്
ജീവനില്ലാതെയാണ്, സജീവമായി തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മളിതെല്ലാം മറന്നു പോകും, വിവിധ മേഖലകളിലേക്ക് നാം മറന്നു പോവുകയും ചെയ്യും. അവർ നമുക്ക് സജീവമായിട്ട് അത്തരം കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അത് നമുക്ക് പ്രവർത്തിക്കാനും സജീവമാക്കാനും നമുക്ക് സാധിക്കും. മറ്റൊരു നമുക്ക് ചെയ്യുന്ന ഒരു മേഖല പ്രവാസി അപ്പോസ്റ്റലേറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇടവുകളെല്ലാം പ്രവാസികൾ ഉണ്ട്. ഇന്നലെ എൻ്റെ ഒരു കുടുംബം വിളിച്ചു, പ്രായമായവരാണ്. അവരെല്ലാം ജോലി, ഒരാൾ ഡോക്ടറായിരുന്നു, ഒരാൾ അധ്യാപകനായിരുന്നു. അപ്പോൾ അവർ പ്രായമൊക്കെ ആയി, ഇനി അവർക്ക് താമസിക്കണം. അവർ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി എവിടെയാണ് താമസിക്കാൻ സാധിക്കുന്നത്? ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ഒയാസിസ് അവരോട് പറഞ്ഞു, ഒയാസിസ് ഉണ്ട്, അങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് അവരെ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിച്ചു. വിദേശത്തുള്ള ആളുകൾ, നമുക്ക് മക്കളൊക്കെ വിദേശത്ത്, മാതാപിതാക്കളാണ് ഇവിടെ, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടും വീടുകളിൽ കഴിയുന്നു. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു ടീം ഉണ്ടാക്കിയാൽ അവർക്ക് വിദേശത്തുള്ള മക്കള് ഒരു 6 മാസം ഓസ്ട്രേലിയക്കും USA-ക്കും ഒക്കെ ഒരു കൊല്ലത്തേക്ക് പോകും. പിന്നെ ഇവിടെ 3-4 ഏക്കർ സ്ഥലമുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരും ഉണ്ടാക്കിയില്ല. അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് തരാം. അത് നിശ്ചിത തുകയും ഈടാക്കിയാൽ നമ്മുടെ ടാസ്ക് ഫോഴ്സിന് ഒരു ജോലിയാകും, ആക്റ്റീവായിരിക്കും. നമ്മൾ തന്നെ പോയി അത് ചെയ്യണമെന്നില്ല, ജോലിക്കാരെ വെച്ചാൽ മതിയല്ലോ, മാനേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഈ ടാസ്ക് ഞങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ ഓരോ ഇടവകയുടെയും ഓരോ റീജിയൻ്റെ എല്ലാം പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഈ ടാസ്ക് ഫോഴ്സ് നിർജീവമാകാതിരിക്കാൻ, എപ്പോഴും ആക്റ്റീവായിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾ കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി ഇവിടെ നൽകുന്ന നിർദ്ദേശങ്ങൾ, കൂടുതൽ നല്ല ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം സ്വാംശീകരിച്ചും ക്രോഡീകരിച്ചും കൂടുതൽ കാര്യം, നല്ല തീരുമാനങ്ങളെടുത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇലക്ഷൻ വരുന്ന സമയം ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം, പലരും മടിയായിട്ട് നിൽക്കും, ചേർക്കുകയില്ല, മക്കൾ അവിടെ പഠിക്കുകയുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് ടാസ്ക് ഫോഴ്സിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് സഹായം ചെയ്യാൻ കഴിയും. ഇത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നമ്മെല്ലാവരും വിളിച്ചു ചേർത്ത കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റിനോടും കൂടെയുള്ളവരും സഹപ്രവർത്തകരോടും എല്ലാം ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അഭിനന്ദനങ്ങൾ. കടന്നു വന്ന് നിങ്ങൾക്ക് എല്ലാവരോടുള്ള നന്ദി ഞാൻ വ്യക്തിപരമായി രേഖപ്പെടുത്തുകയും നല്ല ഒരു ദിവസം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ വിക്ടിംസ് നോക്കാം, റോഡാക്സിന്റെ വിക്ടിംസ് നോക്കിയാൽ മതി. അതിൽ നോക്കുകയാണെങ്കിൽ അതിലെ ഇന്ത്യയെ നമ്മൾ പല സ്ഥലത്തും പല രൂപത്തിലാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്നത്. എന്തിനായാലും എന്തു പറ്റിയാലും എന്തു വന്നാലും ഉടനെ തന്നെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിന് പ്രോപ്പർ ട്രെയിനിങ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സക്സസ് ആകും. അതിനാണ് ഇന്ന് ഇവിടെ ദൈവത്തിന്റെ സർവശക്തന്റെ ദൈവത്തിന്റെ നാമത്തിൽ തന്നെ ഇന്ന് ആയിരം കുറിച്ച് അതിന്റെ ഫസ്റ്റ് സെഷൻ തന്നെ മൂല്യങ്ങൾ ക്ലാസ് പറഞ്ഞ അദ്ദേഹത്തിന് ധാരാളം നന്ദികളുണ്ട്. വാക്കുറിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷിബി സെബാസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ഞങ്ങളുടെ സ്കൂളിൽ നെല്ലിപ്പേർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ ജില്ലയിൽ നമുക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ദുരന്ത നിവാരണ വിഭാഗം കൺട്രോൾ റൂം ഉണ്ട്. അപ്പം ഇതാരും ചാടാൻ റെഡിയില്ല. അപ്പൊ ഈ പിള്ളേരുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കിത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയും. കുടിവെള്ളമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മിനറൽ വാട്ടർ കുടിക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാർ പറഞ്ഞാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അത്യാവശ്യം വേണ്ടുന്ന കിറ്റ്സ്, ഇപ്പം ഗംബൂട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. ഇപ്പം നിർബന്ധമായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി
എവിടേക്കൊക്കെ പോകുമ്പോൾ ഗംബൂട്ട്സ് ധരിക്കണം. പിന്നെ അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ കയ്യിൽ വേണ്ടത് കോണ്ടാക്ട്സ് ആണ്, എമർജൻസി കോണ്ടാക്ട്സ്. നിങ്ങൾക്ക് പോലീസ്, ഫയർ, പിന്നെ ജില്ലാ എമർജൻസി കൺട്രോൾ റൂമിൻ്റെ ഞാൻ പറഞ്ഞു 1077 ഒരു പ്രത്യേകത കൂടി പറഞ്ഞു തരാം. നിങ്ങൾ ഈ ജില്ലയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ജില്ലാ കൺട്രോൾ റൂമിൽ കിട്ടുക. നിങ്ങളിപ്പോൾ കണ്ണൂരോ കാസർഗോഡോ പോയിട്ട് 1077 വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം കൺട്രോൾ റൂമിലേക്കാണ് കണക്ട് ചെയ്യുക. എവിടുന്നെങ്കിലും ഒന്ന് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടി, അതെങ്ങനെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക? നമുക്ക് ആപ്പുകളുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറെ ആപ്പുകളുണ്ട്, അത് വെച്ച് നമുക്ക് കുറച്ചൊക്കെ കണ്ടുപിടിക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആപ്പുകൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുണ്ട്, മറ്റേ എന്താ പറയാ, ഇടിമിന്നലിന്റെ ഒരു ആപ്പ് ഉണ്ട്, ഡാമിനി എന്ന് പറഞ്ഞിട്ട്, ഇടിമിന്നൽ ഡാമിനി. അത് നമുക്കൊരു 1 മിനിറ്റ് ബിഫോർ വരെയുള്ള, നമുക്കിങ്ങനെ ശക്തമായി മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റേറ്റിലെ നമ്മുടെ ജില്ല സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുന്ന പോലെ അങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്ര ഇതിൽ ഇടിമിന്നൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഫയർഫോഴ്സുകാരുണ്ടാവും, അവരുടെ ട്രെയിനിങ് ഉച്ചയ്ക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫയർഫോഴ്സുകാർക്ക് ട്രെയിനിങ്ങിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. കളക്ടറുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവനുസരിച്ച് അവരുടേതായിട്ടുള്ള സെന്ററുകൾ ഉണ്ടാവണം. ഇതുപോലെ ട്രെയിനിങ് ഈ സമയത്ത് പോകരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ പറഞ്ഞതുപോലെ അവർക്ക് വരാൻ കഴിയില്ല. പക്ഷെ ഇദ്ദേഹം നമ്മളെ സഹായിക്കുവാനായിട്ട് നേരത്തെ എഴുതിരുന്നതാണ്. അറിവ് എന്ന് പറയുന്ന സംഗതി അവസാനിക്കുന്നതല്ല. ആര് പറഞ്ഞു തന്നാലും, ചെറിയൊരു കുട്ടി പറഞ്ഞു തന്നാലും അത് അറിവാണ്. ഡിസാസ്റ്ററിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ വളരെയായിട്ട് പ്രവർത്തിക്കുന്ന സിനീഷ് കുമാറിന് ഏറെ സ്നേഹത്തോടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഒപ്പം കൂടെയുള്ള ഒരാളൊക്കെ 2-3 പേര് കൂടെ ഉണ്ടാകാറുണ്ട്. ഷാജി ഇത് വന്നിട്ടില്ല. ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ചർമ്മസമൂഹത്തിൽ എനിക്ക് വർഷങ്ങളായുള്ള പരിചയമാണ്. രാവിലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആളുകൾ തന്നതിനും നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ എല്ലാം കൂടി. കാരണം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ വളരെ കുറഞ്ഞ ആളുകളെ അദ്ദേഹം ചിന്തിച്ച പോലെ ചിന്തിക്കുള്ളൂ. അപ്പോ എല്ലാ തരത്തിലും എൻ്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല സെക്ഷൻ ആയിരുന്നു. ഒരു കാര്യം, പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും അന്നത്തെ കാര്യമാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതം നമ്മൾ നാടിന് വേണ്ടി സമർപ്പിക്കണമെന്നാണ്. ഇപ്പോൾ സാറ് പറഞ്ഞത് കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ നോക്കണം, ജന്മത്തെ പിടികൊടുക്കാൻ വേണ്ടി പറ്റരുത് എന്നാൽ ആരും പ്രാർത്ഥിക്കുക. കാരണം എല്ലാവരും ചെയ്യുന്നതിനപ്പുറമായി എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമാജത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി സമർപ്പണത്തോടു കൂടി ചെയ്യുക. ആ പണി കഴിഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് പോകാതെ, ഇവിടെ ഒന്നും ബാക്കി വെക്കാതെ, ഒരു കാര്യവും വാങ്ങാതെ ആത്മാർത്ഥമായി ചെയ്താലേ സേവനമാവുമെന്നാണ് എന്നെ പഠിപ്പിച്ചത്. എപ്പോഴും നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം, ഏത് ആളും ഫോണിന് നമ്പർ സേവ് ആക്കിയാലും 2 വാക്കേ അതിൻ്റെ അടിയിൽ വരൂ, ലവ് ഓൺ സാറിനോട്. എല്ലാവർക്കും സർവീസ് ചെയ്യുകയും എല്ലാവരെയും സ്നേഹിക്കണമെന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് പറയുന്നു, എന്നെക്കാട്ടും എത്രയോ വിദ്യാഭ്യാസം കൂടിയ ആളെ മുന്നിൽ എനിക്ക് നിന്ന് എന്നെ വെള്ളത്തുമ്പത്തേക്ക് നിങ്ങളെ എനിക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, എനിക്ക് എന്ത് വന്നാലും ഈ നാട്ടുകാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴി വെട്ടിക്കൊടുക്കണേ എന്നാണ്. എനിക്ക് ജാതി മതമൊന്നുമില്ല, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, അമ്പലത്തിൽ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. പക്ഷെ എവിടെ പോയാലും അവിടെ ഉള്ളിൽ കയറിയൊന്നും പ്രാർത്ഥിക്കാറില്ല. പുറത്തുനിന്ന് കൈവപ്പും പറയുന്ന 2 വാക്കാണ്. ഈശ്വരൻ തന്ന ഈ ഒരു ആയുസ് വെറുതെ പോക്കാതെ നാടിന് വേണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റണമേ എന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അഭിമാനമുണ്ട്. ഇപ്പോൾ ആയിരക്കണക്കിന് വേദികൾ ട്രെയിനിങ് കൊടുത്തപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്കും ആ മെമ്പർമാരാകാൻ വേണ്ടി പറ്റി. സാറാണ് വേദി ഉണ്ടാക്കി തന്നെ. സാറോടും നന്ദി പറയുന്നു, അവസാനിപ്പിക്കുന്നു, പോവുകയാണ്. സ്നേഹം സാറേ, ഷാജി സാർ,
സ്നേഹം പ്രിയപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സിന്റെ കരുത്തരായ പ്രവർത്തകരെ, ഇന്നത്തെ ദിവസം നമുക്ക് തിരുവചനം വിശുദ്ധമാണെങ്കിൽ വായിക്കാനായിട്ട് നൽകിയിട്ടുള്ള ഭാഗം ഇന്നത്തെ ദിവസത്തിൽ വളരെ അഭികാമ്യമായിട്ടുള്ള വായനയായിട്ട് എനിക്ക് തോന്നി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരനെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തെ അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവൻ ബലി കൊടുത്തും മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് എപ്രകാരമാണ് നമ്മൾ ആ ജീവിതം ജീവിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവന് വേണ്ടി ജീവിതം വ്യയം ചെയ്യാൻ നമുക്ക് എത്ര കണ്ട് സാധിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഭാരതത്തിന്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ അധികം പേരെയൊന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചവരായിട്ട് കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ക്രൈസ്തവർ ആരും നമ്മളുടെ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ശക്തമായിട്ടുള്ള നേതൃത്വം നൽകാത്തവരായിരുന്നു എന്നുള്ളതുകൊണ്ടല്ല. കാരണം അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ജീവിതം കൊടുത്തവരാണ്, ജീവൻ കൊടുത്തവരായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. രക്തസാക്ഷികളായിട്ടുള്ള അധികം ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയി എന്നുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ എപ്പോഴും ഒരു സേഫ് സോണിൽ എപ്പം നിൽക്കും. ജീവിതം കൊടുക്കാൻ എളുപ്പമാണ്, ജീവൻ കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം അറിയാം എന്നുള്ളതുകൊണ്ടാണ്. സഹോദരരെ, ടാസ്ക് ഫോഴ്സ് നമ്മളിവിടെ രൂപീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവൻ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. നമുക്കതുകൊണ്ട് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു മേഖലയാണ് ഈ ടാസ്ക് ഫോഴ്സ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ആദ്യത്തെ രാവിലത്തെ സെഷനുകൾ തിയറി സെഷനുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കുക. ഉച്ചകഴിഞ്ഞിട്ടുള്ള സെഷൻ പ്രാക്ടിക്കൽ സെഷനുകളായി. എന്തു തന്നെയായാലും 140ഓളം പേരുകൾ ആളുകൾ ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ അതിന് പിന്നിൽ അക്ഷീണം പ്രയത്നിക്കുകയും ഈ ഒരു പരിപാടി ഇവിടെ ആദ്യം തൊട്ടേ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തത് പ്രിയപ്പെട്ട ചാക്കോ സാറാണ്. ചാക്കോ സാറിന് എല്ലാവരുടെയും പേരുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടി ഏറ്റവും ഭംഗിയായി ഓർഗനൈസ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ അത് വിഭിചാരമാണ്. വളരെ നേരത്തെ നമ്മൾ ഈ പരിപാടി ഒരു 6-7 മാസം മുമ്പ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു നേതാവ് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തനായ ബോധ്യങ്ങളുള്ള ത്യാഗങ്ങൾ സഹിക്കാൻ താല്പര്യമുള്ള ഒരു നേതാവാണെന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരമായിരുന്നു രവിചേട്ടൻ. രവിചേട്ടൻ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്തു. രവിചേട്ടൻ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇനി നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ട കൊറോണ പ്രസിഡന്റുമാരെയാണ്. എല്ലാവരും കൊറോണ പ്രസിഡന്റുമാര് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പദ്ധതി മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് പ്രസിഡന്റുമാര്, അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇനിയും ഇതൊരു സെഷൻ മാത്രമാണ്. അടുത്തത് ഇതിന്റെ കൂടുതൽ വിപുലമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് നടക്കേണ്ടതുണ്ട്. പക്ഷേ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അടക്കം നമ്മൾ ചെയ്യേണ്ടതുണ്ടാകും. സ്കൂളുകളിലൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ പ്രായമല്ല, മനസ്സിന്റെ ബോധ്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കേണൽ മോഹൻദാസ് സാറുടെ ഏർപ്പെട്ട് ഞങ്ങൾ നാള് വിലങ്ങാട് ഉള്ള സമയത്ത് ഞങ്ങള് വിലങ്ങാട് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയി. 34 വയസ്സുള്ള ഞാൻ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു. ജീപ്പിൽ കയറിയിട്ടാണ് ബാക്കി സ്ഥലങ്ങളെല്ലാം കണ്ടത്. പക്ഷെ മോഹൻദാസ് സാറ് മുഴുവൻ മലകളും നടന്ന് ഞങ്ങൾ ജീപ്പിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് താഴെ വിലങ്ങാട് അങ്ങാടിയിൽ എത്തി എന്നുള്ളതാണ്.
ഞാൻ പറയും മനസ്സിനാണ് ശക്തി വേണ്ടത്. മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം അതിനോട് ചേർന്ന് നിൽക്കും എന്നുള്ളത് നമ്മൾ അപകടത്തിന്റെ എല്ലാ മുഖങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ബോധ്യത്തോട് അറിവിനെ ചേർത്ത് വെക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കുന്ന ദൗത്യം വഹിക്കുന്നതായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇനിയും സാധിക്കട്ടെ. കൂടുതൽ ഊർജ്ജത്തോടുകൂടെ നമുക്ക് മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്കിനി ഗ്രൂപ്പ് ആയിട്ടൊന്ന് തിരിയുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു ടാസ്ക് ഫോഴ്സ് എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ പതിവ് രീതിയിൽ നിന്ന് കൊറോണ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റി പഞ്ചായത്ത് വയസ്സിൽ നമുക്ക് നമ്മളുടെ ഈ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ഗ്രൂപ്പ് നമ്മളൊന്ന് തിരിയുകയും അത്തരത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുകയും ചെയ്യാം. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചാക്കോ സാറ് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിവിടെ വന്നതിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ പറഞ്ഞതുപോലെ 4 മണിക്ക് നിങ്ങളെ വിടും, അതിന് സംശയമില്ല. ചായ കുടിച്ച് 4 മണിക്ക് പോകാൻ പറ്റും. അതിന് അടിയന്തരമായി നിങ്ങളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. ടോമി സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ടോമി സാർ പറഞ്ഞു, നമ്മൾ ഈ ടാസ്ക് ഫോഴ്സിനെ കുറിച്ച് ഉള്ള ഒരു പ്രാരംഭ ഗ്യാലറിയാണ്. എന്താണ് ടാസ്ക് ഫോഴ്സ്, എന്തിനാണത് അറിയാത്തവർ അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവർത്തനം അറിയാത്തവർ ഫീഡ്ബാക്കുണ്ട്. നമ്മൾ ഈ 400ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ 375 പേര് നമ്മൾ ഇവിടെ എണീറ്റിപ്പോൾ അതിനകത്ത് താല്പര്യമുള്ള ഒരാൾ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുണ്ട്. ഇവിടെ നമ്മുടെ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറുണ്ട്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് സർവേ നടത്തേണ്ടതുണ്ട്, ഒരു ഡാറ്റ കളക്ഷൻ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങുകൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ ഡിസിപ്ലിൻ ആയിട്ട് കർമ്മസംഖ്യ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ആംബുലൻസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളതിന് എത്ര വേണം ആംബുലൻസ് ഡ്രൈവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അംഗങ്ങളെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഔദ്യോഗികമായിട്ട് മൊത്തം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഉണ്ടാവുന്ന ഇന്ത്യയുടെ ഇഷ്യൂസിനൊക്കെ ടാക്കിൾ ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തുടക്കമാണ്, ഇത് പ്രാരംഭമാണ്. അതിലേക്കാണ് നിങ്ങൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സിന് ഭംഗിയായിട്ടുള്ള ഒരു പേര് വേണം. നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. നിങ്ങൾ എല്ലാവരെയും ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ